സെപ്റ്റംബർ 14 ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ദിവസമാണ്. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭ ഇന്ന് ആഘോഷിക്കുമ്പോൾ കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനുദിനവും നെറ്റിയിൽ കുരിശ് വരച്ചാണ് നമ്മൾ ദിവസം ആരംഭിക്കുന്നത്. കുരിശില്ലാതെ ക്രിസ്ത്യാനികൾക്ക് ജീവിതമില്ല എന്നും കുരിശാണ് സ്നേഹത്തിന്റെ പാഠശാല എന്നുമൊക്കെ പറഞ്ഞ വിശുദ്ധാത്മാക്കളെ പിന്തുടർന്ന് കുരിശിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന യേശുവിന്റെ വചനം ഹൃദയത്തിൽ ഏറ്റി നടക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. കുരിശ് കാണുമ്പോൾ അതിനെ വണങ്ങാനും കുരിശിലൂടെ ലഭിച്ച രക്ഷ അനുസ്മരിക്കാനും ഓരോ ക്രിസ്ത്യാനിക്കും കഴിയണം. കുരിശ് വഹിക്കണമെങ്കിൽ എളിമപ്പെടണം. സകലത്തിന്റെയും അധികാരിയായ യേശു ക്രിസ്തു സ്വയം താഴ്ന്ന് നേടിത്തന്നതാണ് രക്ഷ. ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മളും യേശുവിനെ പോലെ കുരിശോളം ചെറുതാവണം. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിനെ കുരിശുദ്ധാരണ തിരുനാൾ, കുരിശുയർത്തൽ തിരുനാൾ എന്നിങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. പഴയ നിയമത്തിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് പുതിയ നിയമത്തിൽ യേശു മരക്കുരിശിൽ ഉയർത്തപ്പെട്ടതിന്റെ മുൻനിഴലാണ്. ആദ്യകാലങ്ങളിൽ ശാപത്തിന്റെയും അപമാനത്തിന്റെയും അടയാളമായിരുന്നു കുരിശ്. എന്നാൽ ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്ഷ നേടിയതോടുകൂടി കുരിശ് രക്ഷയുടെ ചിഹ്നമായി ഉയർത്തപ്പെട്ടു. ജീവിതത്തിലെ കുരിശുകളുടെ അർത്ഥം മനസ്സിലാക്കുവാനും കുരിശുകളെ സ്നേഹിക്കുവാനും നമുക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ്. കുരിശിലെ സഹനങ്ങളിലൂടെ നടന്ന് ഉയർപ്പിന്റെ മഹിമയിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളാകുന്ന സഹനങ്ങൾ രക്ഷയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ.